സ്കൂൾ വിദ്യാർത്ഥികളുടെ മാതാപിതാക്കളാണോ നിങ്ങൾ? ഞാൻ സംസാരിക്കുന്നത് നിങ്ങളോടാണ്. ഇപ്പോൾ വീട്ടിലുള്ള ഏറ്റവും വലിയ വഴക്കും പ്രശ്നവും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മക്കളോട് പഠിക്കൂ എന്ന് പറയുന്നതും, മക്കളാണെങ്കിൽ ടെൻഷൻ അടിച്ചിരിക്കുന്നതും, പരീക്ഷ അടുത്തു ഇനി എന്ത് ചെയ്യും എന്നാലോചിച്ചുള്ള ടെൻഷൻ. അതുകൊണ്ട് തന്നെ കൗൺസിലിംഗ് ഒപിയിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ അന്വേഷണം നടക്കുന്നത് കുട്ടികളുടെ പരീക്ഷാ പേടി അതെങ്ങനെ മറികടക്കാം എന്ന് അന്വേഷിച്ചിട്ടാണ്. അതിനെന്താണ് ഡോക്ടറെ പ്രതിവിധി എന്ന് ചോദിച്ചുകൊണ്ട്. പ്രിയപ്പെട്ട കുട്ടികളെ, പരീക്ഷയ്ക്ക് മുൻപ് ഭയം തോന്നുന്നത് സാധാരണമാണ്. കാരണം പരീക്ഷ നിങ്ങൾക്ക് അത്രത്തോളം പ്രധാനപ്പെട്ടതാണ് എന്നുള്ളതിൻ്റെ തെളിവാണത്. അല്ലാതെ ഭയം ഒരു കഴിവുകേടല്ല. പഠിച്ചതെല്ലാം മറന്നു പോകുമോ? പഠിച്ചത് പരീക്ഷയ്ക്ക് എഴുതാൻ കിട്ടില്ലേ? തോറ്റുപോയാൽ എന്ത് ചെയ്യും? ഇതൊക്കെയാണ് ഈ കുട്ടികളെ ഭയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. ഭയമല്ല വേണ്ടത്. ഈ ഭയത്തെ ഒരു പോസിറ്റീവായിട്ട് എടുക്കുകയാണ് വേണ്ടത്. പരീക്ഷയ്ക്ക് ഭയം ഉള്ളത് കൊണ്ട് തന്നെയാണ് പരീക്ഷ നിങ്ങൾക്ക് അത്രയും പ്രാധാന്യമുള്ളതാണെന്ന് നിങ്ങളും തിരിച്ചറിയുന്നത്. നിങ്ങളത് പഠിക്കാൻ സമയം കണ്ടെത്തുന്നതും ഈ ഭയം ഉള്ളത് കൊണ്ട് തന്നെയാണ്. പരീക്ഷാ ഹാളിൽ കയറുന്നതിന് മുമ്പ് ഈ ഭയം തോന്നുന്നെങ്കിൽ ഹാളിൽ കയറുന്നതിന് തൊട്ട് മുമ്പായി 3 തവണ ശ്വാസം ശക്തിയായി ഉള്ളിലേക്കെടുത്ത് അത് ശക്തമായി പുറത്തേക്ക് കളയുക. ഇത് മനസ്സിനെ ശാന്തമാക്കും. പിന്നെ നിങ്ങൾ പുതിയതായിട്ടൊന്നും പരീക്ഷാ ഹാളിൽ എഴുതാൻ പോകുന്നില്ല. നിങ്ങൾ എന്താണോ പഠിച്ചത് അത് മാത്രമേ നിങ്ങൾക്ക് എഴുതാൻ കഴിയൂ. അതെല്ലാം നിങ്ങൾക്ക് എഴുതാൻ കഴിയും. ഈ ഒരു ആത്മവിശ്വാസത്തോടു കൂടി ഹാളിലേക്ക് കയറുക. പരീക്ഷാ ഹാളിൽ കയറുന്നതിന് മുമ്പ് മറ്റുള്ളവർ എന്ത് പഠിച്ചു എന്നതിനെക്കുറിച്ച് ആകുലപ്പെടേണ്ടതില്ല. ഒരിക്കലും താരതമ്യം ചെയ്യാനും നിൽക്കരുത്. അവരല്ല നിങ്ങളാവാൻ അവർക്കും ഒരിക്കലും കഴിയുകയുമില്ല. നിങ്ങളുടെ പരീക്ഷ നിങ്ങളുടെ വഴിയാണ്. ഒരു സമയം ഒരു ചോദ്യത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ഒന്നുകൂടി ഓർക്കുക, ഒരു പരീക്ഷ നിങ്ങളുടെ ജീവിതം മുഴുവൻ തീരുമാനമാക്കുന്നതല്ല. മാർക്ക് എന്ന് പറയുന്നത് നിങ്ങളുടെ മൂല്യമല്ല. നിങ്ങൾക്ക് അന്നേ ദിവസം ആ സമയത്ത് പരീക്ഷാ ഹാളിൽ എന്ത് ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളതിൻ്റെ മാത്രം വിലയിരുത്തലാണ്. അല്ലാതെ നിങ്ങൾ എന്ന വ്യക്തിയുടെ കഴിവിനെ മൊത്തമായിട്ടുള്ള വിലയിരുത്തൽ അല്ല. സ്വയം വിശ്വസിക്കുക, ശാന്തരാകുക, നിങ്ങൾക്ക് ചെയ്യാവുന്നതെല്ലാം പരമാവധി ചെയ്യുക. എല്ലാവർക്കും നല്ല വിജയാശംസകൾ.